നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ നമ്മളെപ്പോഴും കാണുന്നൊരു പ്രത്യേകത, വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട നേതാക്കന്മാർ പോലും എക്കാലത്തും വളരെ വ്യക്തിപരമായി അടുപ്പം സൂക്ഷിക്കുന്നവരായിരിക്കും. കെ നായരും കെ കരുണാകരനും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അതുപോലെ നമ്മുടെ നേതാക്കന്മാരുടെ നീണ്ട ഒരു പട്ടിക എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, വിരുദ്ധ മുന്നണികളാണെങ്കിൽ പോലും അല്ലെങ്കിൽ എതിർ കക്ഷികളാണെങ്കിൽ പോലും എല്ലാവരുമായി നല്ല ബന്ധമായിരിക്കും പലർക്കും ഉണ്ടായിരിക്കുക. എന്നാൽ ഇക്കാര്യത്തിൽ വ്യത്യസ്തതയുള്ള ഒരു പാർട്ടിയാണ് CPM. അവർക്ക് മറ്റുള്ള രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായി തന്നെ CPM നേതാക്കൾക്ക് നല്ല ബന്ധം ഉണ്ടായിരിക്കുമ്പോഴും സ്വന്തം പാർട്ടി വിട്ടുപോയ ആളിനെ പിന്നീട് വർഗശത്രുവായി തന്നെ കണക്കാക്കുന്ന ഒരു രീതിയാണ് അവർക്കുള്ളത്. ഒരു കാരണവശാലും പിന്നീട് അവരുമായി ഒരു ചങ്ങാത്തവും കൂടാൻ പാർട്ടി അനുവദിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. അത് MV രാഘവനും KR ഗൗരിയമ്മയൊക്കെ തന്നെ പാർട്ടി വിട്ടു പോയപ്പോൾ നമ്മൾ കണ്ടതാണ്. ഇന്നലെ വരെ അവരുടെ ഉറ്റ അനുയായികളായിരുന്ന എത്രയോ പേർ, MV രാഘവനെ സംബന്ധിച്ച് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള അദ്ദേഹം നടത്തിക്കൊണ്ടുവന്ന എത്രയോ നേതാക്കന്മാർ പിന്നീട് അദ്ദേഹത്തെ ശത്രുവായി കാണുകയും എന്തിനേറെ നിയമസഭയ്ക്കുള്ളിലിട്ട് പോലും മർദ്ദിക്കുന്ന അവസ്ഥ വരെ വന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ കേരളത്തിലെ CPM നേതാക്കളിൽ ഇക്കാര്യത്തിലൊക്കെ ഏറെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു നേതാവാണ് K സുരേഷ് കുറുപ്പ്. അദ്ദേഹം MP ആയിരുന്നപ്പോഴും MLA ആയിരുന്നപ്പോഴും ഒക്കെ തന്നെ എല്ലാവരുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന വലിയ സൗഹൃദങ്ങളുടെ ഒരു രാജകുമാരനാണ് അദ്ദേഹം. മാത്രമല്ല CPM വിട്ടുപോയവരുമായിട്ടൊക്കെ തന്നെ അദ്ദേഹത്തിന് വ്യക്തിപരമായ നല്ല ബന്ധം തന്നെയാണ് ഉണ്ടായിരുന്നത്. TP ചന്ദ്രശേഖരനാണെങ്കിലും CP ജോൺ ആണെങ്കിലും ഒക്കെ തന്നെ പാർട്ടി വിട്ടുപോയവരുമായി പോലും അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമുണ്ട്. ഒരുപക്ഷെ ഇതൊക്കെ തന്നെയായിരിക്കാം അദ്ദേഹത്തെ പാർട്ടിയിലെ ഉന്നത പദവികളിലേക്ക് നിയോഗിക്കുന്നതിൽ നിന്ന് പാർട്ടിയെ വിലക്കിയതും. പാർട്ടി വിരുദ്ധന്മാരുമായി അദ്ദേഹത്തിന് ചങ്ങാത്തമുണ്ട് എന്നുള്ള ആരോപണം കൊണ്ട് ആയിരിക്കാം അദ്ദേഹത്തെ മന്ത്രിയോ സ്പീക്കറോ ഒന്നും ആക്കാൻ പിണറായി വിജയനോ കൂടെയുള്ളവരോ തയ്യാറാകാതിരുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം സുരേഷ് കുറുപ്പ് എന്ന നേതാവിൻ്റെ അദ്ദേഹത്തിൻ്റെ പഴയകാല സഹപ്രവർത്തകനായുള്ള ആത്മബന്ധത്തെ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൻ്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. CMP നേതാവായ CP ജോൺ നമുക്കറിയാം. അദ്ദേഹം ഒരു കാലത്ത് SFIയുടെ തീപ്പൊരി നേതാവായിരുന്നു. SFIയുടെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹം പിന്നീട് 1986 MV രാഘവനോടൊപ്പം പാർട്ടി വിട്ടു പോയതാണ്. ഇപ്പോൾ CP ജോൺ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയാണ്. അപ്പോൾ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ അതിൻ്റെ പോസ്റ്റർ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിയിൽ ഒരു സ്വകാര്യ ഹോട്ടലിൽ ഈ പോസ്റ്ററിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് നടന്നിരുന്നു. ഈ പരിപാടിയിൽ അദ്ദേഹത്തെ സഹായിക്കാൻ എത്തിയത് മറ്റാരും ആയിരുന്നില്ല, ഇപ്പോഴും CPM നേതാവ് തന്നെയായ K സുരേഷ് കുറുപ്പ് ആയിരുന്നു. തൻ്റെ ചിരകാല സുഹൃത്തിൻ്റെ ഫോട്ടോഷൂട്ടിന് ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകി അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു. മണിക്കൂറുകളോളം നീണ്ട ഫോട്ടോഷൂട്ടിലൊക്കെ തന്നെ അദ്ദേഹം വളരെ സജീവമായി പങ്കെടുക്കുകയും തൻ്റെ ചില നിർദ്ദേശങ്ങൾ ഈ ഫോട്ടോഷൂട്ടിനിടയിൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം സുരേഷ് കുറുപ്പിന് വലിയൊരു പ്രത്യേകതയുള്ള അദ്ദേഹം കലാപരമായ ഒരുപാട് ആശയങ്ങളുള്ള വ്യക്തിയാണ്. അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിരുന്ന കാലഘട്ടത്തിലാണ് ചലച്ചിത്ര ഉത്സവങ്ങളും മറ്റും കേരള സർവകലാശാല യൂണിയൻ സംഘടിപ്പിച്ചതും സിനിമയ്ക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്ന നല്ല സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ഏതായാലും ഈ ഫോട്ടോഗ്രാഫിയെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് വ്യക്തമായ ധാരണ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. അങ്ങനെയാണ് അദ്ദേഹം തൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ ഫോട്ടോഷൂട്ടിനായി എത്തിയത്. 1984 SFIയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് സുരേഷ് കുറുപ്പ് ആദ്യമായി പാർലമെൻറ്റിലേക്ക് കോട്ടയം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചത്. അന്ന് കേരള കോൺഗ്രസിൻ്റെ അതിശക്തനായ നേതാവായിരുന്ന സിറ്റിംഗ് MP ആയിരുന്ന സ്കറിയ തോമസിനെയാണ് അദ്ദേഹം അന്നവിടെ പരാജയപ്പെടുത്തിയത്. ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്, ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്നുണ്ടായ വലിയൊരു തരംഗം കോൺഗ്രസിന് അനുകൂലമായി ഇന്ത്യ ആകെ ആഞ്ഞടിച്ച ആ ഒരു കാലഘട്ടത്തിലും കോട്ടയത്ത് നിന്ന് സുരേഷ് കുറുപ്പിനെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്വീകാര്യത കൊണ്ടാണ്, അല്ലെങ്കിൽ ജനകീയ സ്വഭാവം കൊണ്ട് തന്നെയാണ്. അന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു CP ജോണാണ് അന്ന് കോട്ടയം കേന്ദ്രീകരിച്ച് തൻ്റെ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ വിജയത്തിനായി അഹോരാത്രം പ്രവർത്തിച്ചത്. അപ്പോൾ ആ ഒരു അടുപ്പം അദ്ദേഹം എല്ലാവരോടും കാത്തുസൂക്ഷിച്ചിരുന്നു. TP ചന്ദ്രശേഖരനുമായൊക്കെ തന്നെ അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്ന സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ട്രെയിൻ ടിക്കറ്റ് സുരേഷ് കുറുപ്പിൻ്റെ മകൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി കോട്ടയത്തേക്ക് പോകാനായി എടുത്ത ടിക്കറ്റ് ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ എതിർ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട ഒരുപാട് പേരുമായൊക്കെ തന്നെ സുരേഷ് കുറുപ്പ് വളരെ നല്ല വ്യക്തിബന്ധമാണ് പുലർത്തുന്നത്. ഏതായാലും CPMനെ സംബന്ധിച്ചിടത്തോളം അവർ ഇക്കാര്യത്തിൽ ഇനിയും പ്രതികരിച്ചിട്ടില്ല. കാരണം തങ്ങളുടെ എതിർ കക്ഷിയിലുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ ഫോട്ടോഷൂട്ടിനായി തങ്ങളുടെ പാർട്ടിക്കാരൻ ഒരാൾ അവിടെ പോയി എന്നുള്ളത് CPMനെ സംബന്ധിച്ചിടത്തോളം അതീവ ഗുരുതരമായ ഒരു പ്രശ്നമായി അവർ കണക്കാക്കേണ്ടതാണ്. ഏതായാലും തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ആയതുകൊണ്ടായിരിക്കാം അവർ ഇതേക്കുറിച്ചൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. എങ്ങനെയും ഒരു മൂന്നാം ഭരണം ഉറപ്പാക്കുക എന്നുള്ളതിൻ്റെ നെട്ടോട്ടത്തിലാണ് അവർ. എങ്കിലും സുരേഷ് കുറുപ്പിനെ പോലെയുള്ള നേതാക്കൾ ഇന്നത്തെ തലമുറയ്ക്ക് അന്യമാവുകയാണ്. കാരണം അവർ വലിയൊരു സൗഹൃദത്തിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു വന്നവരാണ്. സ്നേഹവും ആത്മബന്ധവും ഒക്കെ ഉള്ള പഴയ SFIയുടെ ഒരു വലിയ തലമുറയുണ്ടായിരുന്നു. അവരിൽപ്പെടുന്ന ഒരാൾ തന്നെയാണ് സുരേഷ് കുറുപ്പ്. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ പഴയ സഹപ്രവർത്തകന് വേണ്ടി, അല്ലെങ്കിൽ തൻ്റെ ഉറ്റ ചങ്ങാതിക്ക് വേണ്ടി ഇത്തരത്തിലൊരു ഫോട്ടോഷൂട്ടിന് പങ്കെടുക്കാനായി അദ്ദേഹം സമയം കണ്ടെത്തിയത്.